പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വർക്കുകൾക്ക് AAC ബ്ലോക്ക് യൂസ് ചെയ്താൽ അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ. ഇവിടെ AAC ബ്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാൻഡിൽ ബീമിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നേരിട്ട് ഈ കാൻഡിൽ ബീമിൻ്റെ അടിയിൽ ഒരു പില്ലറിൻ്റെ സപ്പോർട്ടുകളില്ല. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യണത്, ആ കാര്യങ്ങളൊന്ന് നോക്കാം. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഒരു ചുമര് വർക്ക് ചെയ്യുന്നതിന് എത്ര AAC ബ്ലോക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇവിടെ 60 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ള AAC ബ്ലോക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് 1 മീറ്റർ സ്ക്വയർ വർക്ക് ചെയ്തതിന് 6.16 ബ്രിക്ക് ആവശ്യമായിട്ട് വരും. ഈ 60 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ളത്. ഇവിടെ 5 ഇഞ്ച് കട്ടയാണ് യൂസ് ചെയ്തത്. ഈ 5 ഇഞ്ച് കട്ട ഒരു കട്ട 12 കിലോഗ്രാമാണ് വരിക. അപ്പോൾ നമുക്ക് 6 കട്ട 6.16 × 12 എന്ന് പറയുമ്പോൾ 73.92 kg ആണ് വരിക. അതായത് 74 കിലോ. അതേസമയം നമ്മൾ ഇതിന് വെട്ടുകല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 മീറ്റർ സ്ക്വയർ വർക്ക് ചെയ്യാനായിട്ട് ഏകദേശം 14 വെട്ടുകല്ല് ആവശ്യമായിട്ട് വരും. ഈ ഒരു വെട്ടുകല്ല് 35 കിലോ ആണ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ ഈ 35 കിലോ × 14 നോക്കുമ്പോൾ അത് 490 kg ആണ് വരിക. AAC ബ്ലോക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 74 കിലോളം വരുന്നത്. ഈ വെട്ടുകല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് 490 kg വരും. നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഏകദേശം 420 കിലോളം വെയിറ്റ് ഡിഫറൻസ് ആയത് 1 മീറ്റർ സ്ക്വയറിൽ വരും. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് നമ്മൾക്ക് ലോസാക്കാൻ പറ്റും. ഇങ്ങനെ അപ്സ്റ്റെയറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അടിയിൽ സപ്പോർട്ടില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ. പിന്നെ ഈ AAC ബ്ലോക്കിൻ്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ അത് 3 to 5 mm² ആണ്. ഇത് വെട്ടുകല്ലാണെങ്കിൽ അത് 3 to ആരംഭിച്ച് ഒരു 20 വരെയൊക്കെ വരും. അത് വെട്ടുകല്ലിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം നാച്ചുറൽ കേസിൽ എല്ലാ വർക്കുകൾക്കും AAC ബ്ലോക്ക് ഉപയോഗിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല. കാരണം അത്യാവശ്യം കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ വെയിറ്റ് ആണെങ്കിൽ ഒരുപാട് കുറയും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.